ഓം ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നാളെ 2026 ഏപ്രിൽ 2 വ്യാഴാഴ്ച ചൈത്രമാസത്തിലെ ഹനുമാൻ ജയന്തിയാണ്. നമ്മുടെ എന്തൊരു കാര്യവും വായുവേഗത്തിൽ സാധിച്ചു തരുന്ന ഹനുമാൻ സ്വാമി. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഹനുമാൻ സ്വാമിക്ക് ചെയ്യേണ്ടത് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഹനുമാൻ ചാലിസ 7, 3, 5, 11 ദിവസങ്ങളിൽ ചൊല്ലി പ്രാർത്ഥിക്കുന്നതിനെ പറ്റി ഒരുപാട് പേർക്ക് എനിക്ക് തോന്നുന്നു എൻ്റെ ചാനലിൽ ഞാൻ മുരുകസ്വാമിക്കും ഹനുമാൻ സ്വാമിക്കും ലക്ഷ്മി ദേവിക്കും പറഞ്ഞിട്ടുള്ള പൂജകൾ ഇതൊക്കെ എല്ലാവർക്കും 100% ഫലം കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നാളെ വരുന്ന ഹനുമാൻ ജയന്തി ആരും തന്നെ മിസ് ചെയ്യാനായിട്ട് പാടുള്ളതല്ല. ആഞ്ജനേയ സ്വാമിയുടെ തിരു അവതാര ദിവസമായി ഇന്ത്യ ഒട്ടാകെ കൊണ്ടാടുന്ന ചൈത്ര പൗർണമി നാളായ നാളെ വ്രതമെടുത്ത് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിച്ചാൽ മനഃശാന്തിയും കാര്യസിദ്ധിയും ആഗ്രഹ സാഫല്യവുമാണ് ഫലമായിട്ട് വരുന്നത്. അതിൽ തന്നെ ഇപ്രാവശ്യം ഹനുമാൻ സ്വാമിയെ ഭജിക്കാൻ ശ്രേഷ്ഠമായ വ്യാഴാഴ്ച, വിഷ്ണു ഭഗവാന്റെ ദിവസമായ വ്യാഴാഴ്ച, ഗുരുഭഗവാന്റെ ദിവസമായ വ്യാഴാഴ്ചയാണ് ഹനുമത് ജയന്തി വരുന്നത് എന്നുള്ളത് അതിന് ഇരട്ടി ഫലം നമുക്ക് തരുന്നതാണ്. അസാധ്യമായ കാര്യവും സാധ്യമാക്കി തരുന്ന ഭഗവാനാണ് ഹനുമാൻ എന്ന് പറയുന്നത്. അങ്ങനെയൊരു മന്ത്രവും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. അത് ചൊല്ലിയും ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുണ്ട്. അചഞ്ചലമായ ഭക്തിയുടെയും, അതായത് തൻ്റെ ശ്രീരാമനോടുള്ള അചഞ്ചലമായ ഭക്തിയും വിശ്വാസവും കരുത്തും ബുദ്ധിയും ഇതിൻ്റെയൊക്കെ പ്രതീകമാണ് സാക്ഷാൽ ഹനുമാൻ സ്വാമി. ഭഗവാന്റെ അലങ്കാരവും ആയുധവും തിന്മയെ നിഗ്രഹിക്കുന്ന ഗദയാണ്. അതുകൊണ്ട് തന്നെ ഈ ദിവസം ഭഗവാന് ബ്രാസിലോ അതേപോലെ സിൽവറിലോ ഒക്കെയുള്ള ചെറിയ ഗദ വാങ്ങിച്ച് ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നത് നമുക്ക് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും നെഗറ്റിവിറ്റിയെ ഇല്ലാതാക്കാനും ഐശ്വര്യത്തിന് വേണ്ടിയിട്ടും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ്. അസാധ്യമായ കാര്യങ്ങൾ വരെ ചിരഞ്ജീവിയായ ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹത്താൽ സാധ്യമാക്കുന്നത് ഒരുപാട് പേരുടെ അനുഭവവുമാണ്. അതുമാത്രവുമല്ല, ഹനുമാൻ സ്വാമിയെ ഭജിച്ചാൽ നമുക്ക് എല്ലാ ഐശ്വര്യവും നേടാൻ കഴിയും. നാളെ ചെയ്യേണ്ടുന്ന കാര്യം, നാളെ മുതൽ തുടങ്ങേണ്ടുന്ന കാര്യമൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. സാധാരണ കേരളത്തിലും തമിഴ്നാട്ടിലുമൊക്കെ ഭഗവാന്റെ ജയന്തിയായിട്ട് ആഘോഷിക്കുന്നത് ധനുമാസത്തിൽ വരുന്ന മൂലം നക്ഷത്രത്തിലാണ്. പക്ഷേ ബാക്കിയുള്ളിടത്തൊക്കെയാണ് ഈ ഒരു ചിത്രാ പൗർണമിയിൽ ഭഗവാന്റെ ജയന്തിയായിട്ട് ആഘോഷിക്കുന്നത്. നമുക്കറിയാം, ശ്രീരാമജയം എന്നുള്ള ഒരൊറ്റ വാക്കിൽ സംപ്രീതനാകുന്ന ഭഗവാനാണ് സാക്ഷാൽ ഹനുമാൻ സ്വാമി. കാര്യസിദ്ധിക്ക് വേണ്ടിയിട്ട് നമ്മൾ ശ്രീരാമജയം അല്ലെങ്കിൽ രാമരാമ എന്നൊക്കെ എഴുതാറുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്. അപ്പോൾ നാളെ നമ്മൾ ചെയ്യേണ്ടത്, വ്രതമെടുക്കുന്നവരൊക്കെ ഇന്ന് സൂര്യൻ്റെ അസ്തമയത്തിന് മുൻപായിട്ട് വ്രതമെടുത്ത് തുടങ്ങണം. അപ്പം നമുക്ക് നമ്മുടെ ആ ഒരു സ്ഥലത്ത് എപ്പോഴാണ് സൂര്യ അസ്തമയം എന്നുള്ളത് ഒന്നെങ്കിൽ കലണ്ടറിൽ അല്ലെങ്കിൽ ഗൂഗിളിൽ നോക്കിയാൽ അറിയാൻ പറ്റും. അത് മനസ്സിലാക്കിയതിന് ശേഷം അതിനൊരു അരമണിക്കൂറോ 1 മണിക്കൂറോ മുൻപ് കുളിച്ച് ശുദ്ധമായി നിങ്ങൾ വിളക്ക് കത്തിക്കുന്നത് എവിടെയാണോ അവിടെ വീട്ടിൽ ഹനുമാൻ സ്വാമിയുടെ ഫോട്ടോയോ വിഗ്രഹമോ ഉണ്ടെങ്കിൽ അത് തുടച്ച് വൃത്തിയാക്കി അതിന് നല്ല ചുമന്ന കളറിലെ പൂക്കളൊക്കെ സമർപ്പിച്ച് അതിനു മുൻപിൽ ഒന്നെങ്കിൽ ജാസ്മിൻ ഓയിൽ, അതാണ് ഏറ്റവും ശ്രേഷ്ഠം. ജാസ്മിൻ ഓയിൽ കൊണ്ട് ഭഗവാന് മുൻപിൽ ഒരു ദീപം കൊളുത്തുക. ദീപത്തിൻ്റെ ജ്വാല കിഴക്കോട്ടായിരിക്കണം. ഇനി ജാസ്മിൻ ഓയിൽ ഇല്ല എന്നുള്ളവർക്കും നെയ്യ് എടുക്കാവുന്നതാണ്. എന്നിട്ട് ഭഗവാനോട് അപേക്ഷിക്കുക, ഞാൻ ഹനുമാൻ ജയന്തി ദിവസത്തേക്കുള്ള വ്രതമെടുക്കുകയാണെന്നും എൻ്റെ ഈ ആഗ്രഹ സാധ്യത്തിന് വേണ്ടിയിട്ടാണ് വ്രതമെടുക്കുന്നതെന്നും എനിക്ക് ആഗ്രഹം സാധിച്ചു തരണമെന്നും പ്രാർത്ഥിച്ച് അവിടെ ഇരുന്ന് ശ്രീരാമജയം ഒരു 108 പ്രാവശ്യമോ 54 പ്രാവശ്യമോ ജപിക്കുക. അങ്ങനെയല്ല ഹനുമാൻ ചാലിസ ജപിക്കാൻ അറിയാവുന്നവർക്ക് അത് ജപിക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് അന്നത്തെ ദിവസം നമ്മൾ ബ്രഹ്മചര്യം പാലിക്കണം. നോൺ വെജ് ഒന്നും കഴിക്കരുത്. അതേപോലെ തന്നെ ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിച്ച് വ്രതമെടുക്കുക. പിറ്റേ ദിവസം നാളെ ഏപ്രിൽ 2 വ്യാഴാഴ്ച സൂര്യോദയത്തിന് മുൻപുണർന്ന് കുളിച്ച് ഇതേപോലെ തന്നെ ശ്രീരാമജയം ജപിക്കുക. ഭഗവാന് മുൻപിൽ ദീപമൊക്കെ കൊളുത്തിയതിന് ശേഷം നമ്മൾ വ്രതം തുടങ്ങുന്നു. വ്രതം പൂർണ്ണ ഉപവാസമായി ജലം മാത്രം കുടിച്ചുകൊണ്ടെടുക്കാം, അല്ലെങ്കിൽ ഫ്രൂട്ട്സും പാലും മാത്രം കഴിച്ചുകൊണ്ടെടുക്കാം. മെഡിസിൻസ് ഒക്കെ കഴിക്കുന്നവരാണ്, ആരോഗ്യം സമ്മതിക്കാത്തവരൊക്കെ ഒരു നേരം മറ്റെന്തെങ്കിലും ഫുഡ് കഴിച്ചുകൊണ്ട് വ്രതം എടുക്കുക. വീടിനടുത്തുള്ള ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ എന്തൊക്കെ വഴിപാടുകളാണോ അതൊക്കെ നമ്മൾ ചെയ്യണം. അതിനോടൊപ്പം നമ്മൾ ചെയ്യേണ്ടത് ഒന്നെങ്കിൽ 11 ആലിൻ്റെ ഇല, അല്ലെങ്കിൽ 11 വെറ്റില,
അതല്ലെന്നുണ്ടെങ്കിൽ 11 എരിക്കിൻ്റെ ഇല. ഇതിലേത് ഇലയാണോ കിട്ടുന്നത് ആ ഇല എടുക്കണം, 11 എണ്ണം. ഇനി ഇത്രയും കിട്ടാനില്ലെങ്കിൽ ഒരു ഇലയെങ്കിലും, ഒരു വെറ്റിലയോ ഒരു ആലിലയോ ഒരു എരിക്കിൻ്റെ ഇലയോ എങ്കിലും എടുത്ത് നന്നായി കഴുകി തുടച്ച് വൃത്തിയാക്കണം. വൃത്തിയാക്കിയിട്ട് സിന്ദൂരം, നമുക്കറിയാം ഓറഞ്ച് നിറത്തിലെ സിന്ദൂരം നമുക്ക് കടയിൽ മേടിക്കാൻ കിട്ടും. അത് വാങ്ങിച്ച് അതിൽ ജാസ്മിൻ ഓയിൽ ഒഴിച്ച് മിക്സ് ചെയ്ത് എല്ലാ ഇലയിലും നമ്മൾ ഒന്നെങ്കിൽ ശ്രീരാമജയം ഇല്ലെങ്കിൽ രാമ എന്നുള്ള വാക്കെഴുതണം. ഇനി എത്ര നോക്കിയിട്ടും നിങ്ങൾക്ക് സിന്ദൂരം കിട്ടാനില്ല എന്നുള്ളവരാണെങ്കിൽ കുങ്കുമം എടുത്തോളൂ. അതേപോലെ ജാസ്മിൻ ഓയിൽ കിട്ടാനില്ലാത്തവർക്ക് ശുദ്ധമായ റോസ് വാട്ടറോ ജലമോ ആണെങ്കിലും മതിയാവും. ഇതൊഴിച്ച് മിക്സ് ചെയ്ത് ശ്രീരാമജയമെന്നോ അങ്ങനെ അല്ലെങ്കിൽ രാമ എന്നുള്ളതും ആ ഒരു ഇലയിൽ എഴുതാവുന്നതാണ്. നമ്മുടെ വലത് കൈയിലെ മോതിര വിരലുകൾ കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ കമ്പുകൾ കൊണ്ടോ ശ്രീരാമജയം അല്ലെങ്കിൽ രാമ എന്നുള്ളത് ഇലയിൽ എഴുതി അത് ചുമന്ന കളറിലെ നൂലുകൊണ്ട് കോർത്ത് ഹനുമാൻ സ്വാമിക്ക് സമർപ്പിക്കുക. ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, ഹനുമാൻ സ്വാമിയുടെ പാദത്തിൽ ഒരിക്കലും നമ്മളിത് സമർപ്പിക്കരുത്. ഇപ്പം 11 ഇലകൾ കിട്ടാനില്ലാത്തവർ ഒരു ഇലയാണ് എടുക്കുന്നത്, അതിലാണ് ഇത് എഴുതുന്നതെങ്കിലും ഹനുമാൻ സ്വാമിയുടെ പാദത്തിൽ ഒരിക്കലും സമർപ്പിക്കരുത്. കാരണം ഭഗവാൻ എന്ന് പറയുന്നത് രാമഭക്തനാണ്. ആ ഹനുമാന് ആ രാമൻ്റെ പേര് തൻ്റെ പാദത്തിൽ എഴുതി സമർപ്പിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നെങ്കിൽ ഭഗവാന്റെ ചുറ്റുവട്ടത്ത് എവിടെയെങ്കിലും മാറ്റി വെക്കണം, മാലയായിട്ടാണെങ്കിൽ ഹനുമാൻ്റെ കഴുത്തിൽ ചാർത്തണം. ഇനി അതൊന്നും നിങ്ങൾ പോകുന്ന ക്ഷേത്രത്തിൽ സമ്മതിക്കില്ല എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ ചുറ്റുവട്ടത്ത് എവിടെയെങ്കിലും വെച്ചിരിക്കുക, പാദത്തിൽ ഒരിക്കലും വെക്കരുത്. ശേഷം അപ്പോൾ ഇനിയിപ്പം വീടിനടുത്ത് ക്ഷേത്രമില്ല, അബ്രോഡൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ വീട്ടിൽ ഹനുമാൻ സ്വാമിയുടെ ഫോട്ടോയ്ക്കോ വിഗ്രഹത്തിനോ ഇതുപോലെ നമുക്ക് ചാർത്താവുന്നതാണ്. അതിനുശേഷം ഹനുമാൻ സ്വാമിക്ക് നമുക്ക് പ്രസാദം വെണ്ണ സമർപ്പിക്കാം, അതേപോലെ ശർക്കര സമർപ്പിക്കാം, ലഡു സമർപ്പിക്കാവുന്നതാണ്. അങ്ങനെ നമ്മളെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ, അവില് സമർപ്പിക്കാം, എന്താണോ പറ്റുന്നത് അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ അവിടെ ഇരുന്ന് ഇതെല്ലാം ചെയ്തതിന് ശേഷം അവിടെ ഇരുന്ന് ഓം ഹം ഹനുമതേ നമ എന്നുള്ള മന്ത്രം 108 പ്രാവശ്യം ജപിക്കാം. അതല്ല 11 പ്രാവശ്യം ഹനുമാൻ ചാലിസ ജപിക്കാൻ താല്പര്യമുള്ളവർക്ക് 11 പ്രാവശ്യം ഹനുമാൻ ചാലിസ ജപിക്കാവുന്നതാണ്. അതേപോലെ 48 ദിവസം തുടർച്ചയായി ഹനുമാൻ ചാലിസ ജപിക്കണമെന്നാഗ്രഹിക്കുന്നവർക്ക് നാളെ മുതൽ തുടങ്ങാവുന്നതാണ്. പ്രത്യേകിച്ചും എന്തെങ്കിലും ഒരു കാര്യം സാധിച്ചു കിട്ടണം എന്നൊരാഗ്രഹത്തോടു കൂടിയാണെങ്കിൽ നാളെ മുതൽ എല്ലാ ദിവസവും ഒരു തവണ വെച്ച് തുടർച്ചയായി 48 ദിവസം ഹനുമാൻ ചാലിസ ജപിക്കണം. ഇപ്പം അത്രമേൽ അർജൻറ്റായിട്ടുള്ളൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ ബ്രഹ്മചര്യം പാലിച്ച് നോൺ വെജ് ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഹനുമാൻ ചാലിസ ജപിക്കാം. ഇനി ഇല്ല 48 ദിവസം എനിക്ക് ഹനുമാൻ സ്വാമിക്ക് ഇത് ജപിക്കണം സമർപ്പിക്കണം എന്നുള്ള ഒരാഗ്രഹമാണെന്നുണ്ടെങ്കിൽ ഇത് ചൊല്ലിയതിന് ശേഷം നോൺ വെജ് കഴിക്കാവുന്നതാണ്. എല്ലാ ദിവസവും ഒരേ സമയം പാലിക്കണം. അതിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമെന്ന് പറയുന്നത് ബ്രഹ്മമുഹൂർത്തം മുതൽ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപും വൈകിട്ട് സൂര്യ അസ്തമയ ശേഷം രാത്രി 11 മണിക്കുള്ളിലും നമുക്ക് ചൊല്ലിയാൽ മതിയാകും. അതേപോലെ 11 ദിവസത്തെ 3 ദിവസത്തെ 5 ദിവസത്തെ 7 ദിവസത്തെ സങ്കല്പം എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിലും നാളെ മുതൽ തുടങ്ങാവുന്നതാണ്. ഏറ്റവും ശ്രേഷ്ഠമാണ്. ഇതൊക്കെ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ സഹിക്കാൻ പറ്റാത്ത അസുഖങ്ങൾ, രോഗങ്ങൾ കൊണ്ട് വലയുന്നവർക്കുള്ള ഒരു മന്ത്രം ഞാൻ ഓൾറെഡി പണ്ടേ പോസ്റ്റ് ചെയ്തതാണത്. അപ്പം ആ ഒരു മന്ത്രവും ഞാനതൊരു ഷോർട്സായിട്ട് നിങ്ങൾക്ക് മുൻപിലോട്ട് ഇട്ടേക്കാം. അതും കാണാത്തവരൊക്കെ പോയി കണ്ട് ചൊല്ലാൻ ശ്രമിക്കണം. നല്ല ഫലം തരുന്ന നമ്മുടെ ചാനലിൽ ഏകദേശം ഒരു 6-7 പേര് എനിക്ക് കമൻറ്റ് ഇട്ട് തന്നിട്ടുള്ളതാണ് അത് ചൊല്ലിയിട്ട് അവരുടെ രോഗങ്ങൾ മാറി എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. നാളത്തെ ദിവസം ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്ര ദർശനമാണ് ഏറ്റവും ശ്രേഷ്ഠം. അത് വീടിനടുത്ത് ഹനുമാൻ ക്ഷേത്രമുള്ളവർ തീർച്ചയായിട്ടും അവിടെ പോകണം. പോയി ഭഗവാനെ കണ്ട് തൊഴുത് പ്രാർത്ഥിക്കണം. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ വടമാല, വെറ്റിലമാലയൊക്കെ ചില ക്ഷേത്രങ്ങളിലൊക്കെ കിട്ടും. അപ്പം നമ്മൾ പോകുന്ന ക്ഷേത്രത്തിൽ എന്താണോ ഭഗവാന് പ്രിയമായിട്ടുള്ള വഴിപാട് അത് ചെയ്യുക എന്നുള്ളതാണ്. സൂര്യ അസ്തമയ ശേഷം നാളെ ഏപ്രിൽ 2 സൂര്യ അസ്തമയ ശേഷം ഭഗവാന് സമർപ്പിച്ചിട്ടുള്ള പ്രസാദം കഴിച്ച് നമുക്ക് നമ്മുടെ വ്രതം പാരണ അവസാനിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് നാളെ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം. ഹനുമാൻ സ്വാമി വളരെ പെട്ടെന്ന് തന്നെ നമ്മളെ
അനുഗ്രഹിക്കുന്നതാണ്. ഹനുമാൻ ചാലിസ ചൊല്ലാൻ അറിയില്ല, അങ്ങനെയുള്ളവർക്ക് ഞാൻ ഓൾറെഡി ചൊല്ലി അതിൻ്റെ അർത്ഥം ഉൾപ്പെടെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുള്ളതാണ്. എന്നാൽ പോലും ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇത് അറിയുന്നത്, ഞങ്ങൾക്ക് ചൊല്ലാൻ അറിയില്ല എന്നുള്ളവർ ഹനുമാൻ ചാലിസ 11 ടൈംസ് എന്നുള്ളത് യൂട്യൂബിൽ നമ്മൾ സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടും. 11 പ്രാവശ്യം ചൊല്ലിയിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് കേൾക്കാവുന്നതാണ്, പ്ലേ ചെയ്ത് കേൾക്കാവുന്നതാണ്. അതേപോലെ സമയമുള്ളവർക്ക് 108 പ്രാവശ്യമോ 21 പ്രാവശ്യമോ 54 പ്രാവശ്യമോ ഒക്കെ ഹനുമാൻ ചാലിസ ജപിക്കാവുന്നതാണ്. ഒറ്റ ഇരിപ്പിൽ, ഒറ്റ സ്ട്രെച്ചിൽ ആ ഇരിക്കുന്നിടത്ത് നിന്ന് അനങ്ങാതെ 108 പ്രാവശ്യം ഹനുമാൻ ചാലിസ ജപിക്കാൻ പറ്റിയാൽ നമ്മൾ ഭഗവാനോട് എന്താണോ വേണ്ടതെന്ന് ആവശ്യപ്പെട്ട് 108 പ്രാവശ്യം ജപിക്കുന്നത് അത് നമുക്ക് സാധിച്ചു കിട്ടും. അതുകൊണ്ട് തന്നെ സമയമുള്ളവർ, പറ്റുന്നവരൊക്കെ അത് ചെയ്യണം. ഒറ്റ സ്ട്രെച്ചിൽ തന്നെ ജപിക്കണം എന്നുള്ളത് അതിൻ്റെ ഒരു നിയമമാണ്. പക്ഷേ അങ്ങനെ ഇല്ലെങ്കിൽ പോലും നമ്മൾ വിശ്വാസത്തോടുകൂടി ഒരു പ്രാവശ്യം രാമ എന്ന് ജപിച്ചാലും അത് ഹനുമാൻ കേൾക്കുന്നത് തന്നെയാണ്. അതിലൊന്നും യാതൊരു മാറ്റവുമില്ല. അപ്പോൾ കഴിയുന്നതും നാളെ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കണം. പിന്നെ ഞാൻ നിങ്ങളോട് ശ്രീരാമ നവമി മുതൽ അതുപോലെ ഹനുമാൻ ജയന്തി വരെ ചെയ്യേണ്ടുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം നാളെ ഈ ഇലകളൊന്നും കിട്ടാത്തവർ, ഇപ്പോൾ അബ്രോഡൊക്കെ താമസിക്കുന്നവർ അല്ലെങ്കിൽ കറക്റ്റ് സിറ്റിയിലൊക്കെ താമസിക്കുന്നവർക്ക് ചിലപ്പം ഈ ആലില, വെറ്റില ചിലപ്പോൾ ഇതൊന്നും കിട്ടിയെന്ന് വരില്ല, ഒത്തിരി ദൂരെ പോയി വാങ്ങിക്കണം. അങ്ങനെയുള്ളവർക്ക് പേപ്പർ എടുക്കുക, 108 പ്രാവശ്യം അതിൽ ശ്രീരാമജയം അല്ലെങ്കിൽ രാമായണം എഴുതി അതൊരു മാലയാക്കി കോർത്ത് ഹനുമാൻ സ്വാമിക്ക് സമർപ്പിക്കുക. നമ്മുടെ ഭക്തിയാണ് എപ്പോഴും മുഖ്യം. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മൾ ഇന്ന കാര്യം നമുക്ക് ചെയ്യാൻ കയ്യിലില്ല എങ്കിൽ പോലും എന്താണ് അതിനൊരു ഓൾട്ടർനേറ്റീവ് എന്നുള്ളത് കണ്ടുപിടിച്ച് നമ്മൾ ചെയ്യുക. നമ്മൾ ആ വിശ്വാസപൂർവ്വം ചെയ്യുമ്പം നമുക്ക് ആവശ്യമായത് ഈശ്വരൻ നമ്മുടെ കൺമുന്നിൽ എത്തിച്ചു തന്നിരിക്കും. അതുകൊണ്ട് ഇലകൾ കിട്ടാത്തവർ ഓറഞ്ച് കളറിലെയോ പച്ച കളറിലെയോ വെള്ള കളറിലെയോ പേപ്പർ എടുക്കുക, ശ്രീരാമജയമെന്നോ രാമായെന്നോ എഴുതുക, അതൊരു മാലയാക്കി കോർക്കുക. അതൊക്കെ ചെയ്യുമ്പം നമ്മുടെ ആഗ്രഹം ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്യണം. അതൊരു മാലയാക്കി ഹനുമാൻ സ്വാമിക്ക് സമർപ്പിക്കുക, മന്ത്രം ചൊല്ലുക. തീർച്ചയായിട്ടും അതിനുള്ള ഫലം ലഭിക്കും. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.